തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടതു രാഷ്ട്രീയ സംഘടനകൾക്കും സിജെപിക്കും നിരോധനവും വിലക്കും ഏർപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ വിവാദ ഉത്തരവിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി വിജയ് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷമായ ഡിഎംകെ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെടുത്ത ഈ വിവാദപരമായ തീരുമാനം പുറത്തുവന്നതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വമ്പൻ കൊടുങ്കാറ്റാണ് അടിച്ചിടിക്കുന്നത്. കോളേജുകളിൽ ഇടത് ചിന്താഗതിയുള്ള സംഘടനകൾക്കും സിജെപിക്കും അനുകൂലമായ പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളും വിലക്കിയതും കമ്മ്യൂണിസ്റ്റ് സഹതാപികളായ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കണക്കെടുപ്പ് നടത്താൻ ശ്രമിച്ചതുമായ തിടുക്കത്തിലുള്ള തീരുമാനങ്ങളെയാണ് ഡിഎംകെ ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. വിഷയം വൻ ജനരോഷത്തിന് കാരണമാവുകയും പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് തന്ത്രപൂർവ്വം പിൻവലിച്ച് തലയുയരാൻ ശ്രമിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ ശക്തികളെ തുറന്നുകാട്ടി ഭരണകൂടത്തെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഡിഎംകെ ലക്ഷ്യമിടുന്നത്. ഈ വിവാദ ഉത്തരവ് നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ ഇത്രയും കാലം വിജയ് സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ ഇനിയും ഈ ഭരണകൂടത്തിനൊപ്പം നിലകൊള്ളുമോ എന്ന നിർണായകമായ ചോദ്യമാണ് ഡിഎംകെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും സ്വാതന്ത്ര്യത്തിന് മേൽ കൈവെക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച സർക്കാരിനെ തുടർന്നും പിന്തുണച്ചാൽ അത് ഇടതുപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഡിഎംകെ നൽകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ അലയടികൾ സൃഷ്ടിക്കാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളുമായാണ് പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വിവാദപരമായ തീരുമാനങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയായ വിജയുടെ പൂർണ്ണമായ അറിവോടെയാണോ നടപ്പിലാക്കിയത് എന്ന് ഭരണകൂടം വ്യക്തമാക്കണമെന്ന് ഡിഎംകെ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും പൂർണ്ണമായും വശത്താക്കി ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏതെങ്കിലും സൂപ്പർ മുഖ്യമന്ത്രിയോ മറ്റ് ബാഹ്യശക്തികളോ ഭരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല യോഗത്തിലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന വിവരം പുറത്തുവന്നതോടെ ഭരണ സംവിധാനത്തിലെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജൂലൈ 28-ന് നടന്ന പ്രതിമാസ ക്രമസമാധാന അവലോകന യോഗത്തിലാണ് ഈ നിർണായക നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ക്യാമ്പസിനുള്ളിലോ പുറത്തോ നടക്കുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലോ സമരങ്ങളിലോ പങ്കാളികളാകരുത് എന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ പ്രധാന തീരുമാനം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അടിയന്തര നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തമിഴ്നാടിന്റെ ജനാധിപത്യ പാരമ്പര്യത്തെ തകർക്കുന്ന ഈ നീക്കം വൻ വിവാദമാവുകയും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയരുകയും ചെയ്തതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് തിടുക്കത്തിൽ പിൻവലിച്ചു. എങ്കിലും സർക്കാരിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും ഭരണത്തിന് മുകളിലുള്ള സൂപ്പർ പവർ ആരാണെന്ന ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ നിരന്തരം ഉന്നയിക്കാനുമാണ് ഡിഎംകെയുടെ മാസ്റ്റർ പ്ലാൻ.